നമസ്കാരം. മനുഷ്യരുടെ ദൈനംദിന ജീവിതത്തിൽ നാവിഗേഷൻ ആപ്പുകളുടെ സേവനങ്ങൾ ഇന്ന് ഒഴിച്ചുകൂടാനാകാത്തതാണ്. വിപണിയിൽ വിവിധങ്ങളായ നാവിഗേഷൻ ആപ്പുകൾ ലഭ്യമാണ്. ഗൂഗിൾ മാപ്സ്, വേസ്, ആപ്പിൾ മാപ്സ് എന്നിവയാണ് അതിൽ മുൻനിരയിലുള്ളത്. ഇതിൽ തന്നെ ഏറ്റവും അധികം വിപണി വിഹിതമുള്ളത് ഗൂഗിൾ മാപ്പിനാണ്. 1000 കോടി ഡൗൺലോഡുകളാണ് പ്ലേ സ്റ്റോറിൽ മാത്രം ഗൂഗിൾ മാപ്പിനുള്ളത്. 200 കോടി പ്രതിമാസ സജീവ ഉപഭോക്താക്കളുമുണ്ട്. യാത്രക്കിടയിൽ ഗതി നിർണയത്തിനും മൊബൈൽ ആപ്പുകളിലെ ലൊക്കേഷൻ ട്രാക്കിങ്ങിനും ഹോട്ടലുകൾ, റെസ്റ്റോറൻറ്റുകൾ, പെട്രോൾ പമ്പുകൾ, കച്ചവട കേന്ദ്രങ്ങൾ തുടങ്ങിയ വ്യവസായ വാണിജ്യ സ്ഥാപനങ്ങളുടെയും പാർക്കുകൾ, ബീച്ചുകൾ, റിസോർട്ടുകൾ, വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഉൾപ്പെടെയുള്ളവയുടെയും കെട്ടിടങ്ങളുടെയുമെല്ലാം സ്ഥാനം തിരിച്ചറിയുന്നതിനും കണ്ടെത്തുന്നതിനുമെല്ലാം നാവിഗേഷൻ സേവനങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഇതിനു പുറമെ സ്ഥാപനങ്ങളിലെ തിരക്കുള്ള സമയം അറിയാനും ഗതാഗത തിരക്ക് മനസ്സിലാക്കാനുമെല്ലാം ഇത്തരം ആപ്പുകൾ സഹായിക്കും. എന്നാൽ വ്യാപകമായി ഉപയോഗത്തിലുള്ള ഈ നാവിഗേഷൻ ആപ്പുകൾ പക്ഷേ ചില ആളുകൾ ദുരുപയോഗം ചെയ്യുകയാണ്. ആഗോളതലത്തിൽ തട്ടിപ്പുകാരും തട്ടിപ്പ് സ്ഥാപനങ്ങളും ഗൂഗിൾ മാപ്പ് നിയമവിരുദ്ധമായി ഉപയോഗിക്കുന്നത് വർദ്ധിച്ചു വരികയാണ്. സ്ഥാപനങ്ങളുടെ ലൊക്കേഷൻ വ്യാജമായി മാപ്പുകളിൽ ചേർത്താണ് തട്ടിപ്പ്. 10,000-ലേറെ വ്യാജ ലൊക്കേഷനുകളാണ് ഗൂഗിൾ മാപ്പിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. തട്ടിപ്പുകാർ അവരുടെ വിശ്വസ്തത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ ലൊക്കേഷൻ ഉപയോഗിക്കുന്നത്. ഈ തട്ടിപ്പുകാർക്കെതിരെ ഗൂഗിൾ പരാതി നൽകിയിട്ടുണ്ടെന്നാണ് CBS ന്യൂസ് നൽകുന്ന റിപ്പോർട്ട്. പ്ലംബർ, പഞ്ചർ, മെക്കാനിക് പോലുള്ള റോഡ് സൈഡ് അസിസ്റ്റൻസ് തുടങ്ങിയ അടിയന്തര സാഹചര്യങ്ങളിൽ ആവശ്യമായി വന്നേക്കാവുന്ന സേവനങ്ങളുടെ പേരിലാണ് വ്യാജ ലിസ്റ്റിംഗുകൾ തട്ടിപ്പുകാർ ഗൂഗിൾ മാപ്പിൽ നിർമ്മിക്കുക. ഇവരെ ഫോണിൽ ബന്ധപ്പെടുന്നവരെയാണ് തട്ടിപ്പുകാർ വലയിലാക്കുക. ഇരകളുടെ അടിയന്തര സാഹചര്യം മുതലെടുത്ത് അവരിൽ നിന്ന് അമിതമായ തുക ഈടാക്കുന്നതുൾപ്പെടെയുള്ള തട്ടിപ്പുകളാണ് ഇവർ നടത്തുന്നത്. ഈ തട്ടിപ്പുകാർ അവരുടെ വ്യാജ സ്ഥാപനങ്ങൾക്ക് ഓൺലൈനിൽ 5 സ്റ്റാർ റേറ്റിംഗും ലഭിക്കുന്നതിനും റീച്ച് ലഭിക്കുന്നതിനും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഏജന്റുമാരെ സഹായം തേടുന്നെന്നും ഗൂഗിൾ കണ്ടെത്തി. ടെക്സാസിൽ കേടായ പൂട്ടുകൾ ശരിയാക്കുന്ന ലോക്ക് സ്മിത്തിന്റെ പേരിൽ ആൾമാറാട്ടം നടത്തിയ സംഭവം റിപ്പോർട്ട് ചെയ്തതോടെയാണ് ഗൂഗിൾ ഈ വിഷയത്തിൽ അന്വേഷണം നടത്തിയത്. വ്യാജ വാണിജ്യ സ്ഥാപനങ്ങൾക്കെതിരെ ഗൂഗിൾ നടപടി സ്വീകരിക്കുന്നത് ഇത് ആദ്യമായല്ല. 2023-ൽ 1.2 കോടി വ്യാജ ബിസിനസ് പ്രൊഫൈലുകളാണ് ഗൂഗിൾ നീക്കം ചെയ്തത്. മുൻ വർഷത്തേക്കാൾ 10 ലക്ഷം കൂടുതലാണിത്. ഇന്ന് വഴിയറിയുന്നതിന് വേണ്ടി വ്യാപകമായി നമ്മൾ ഗൂഗിൾ മാപ്പിനെ ആശ്രയിക്കുന്നുണ്ട്. പലപ്പോഴും അത് അപകടത്തിന് കാരണമായിട്ടുമുണ്ട്. പ്രത്യേകിച്ച് മഴയുള്ളപ്പോഴെല്ലാം ഗൂഗിൾ മാപ്പ് നോക്കി വാഹനം ഓടിച്ച് പലരും വെള്ളത്തിന് നടുവിൽ എത്തിയിട്ടുണ്ട്. ഇത്തരം പ്രശ്നങ്ങൾ ഉള്ളപ്പോഴാണ് ഇപ്പോൾ തട്ടിപ്പ് സംഘങ്ങളും ഗൂഗിൾ മാപ്പിലെല്ലാം വ്യാപകമാകുന്നത്. റേറ്റിംഗും കമൻറ്റും നോക്കി വിലയിരുത്താമെന്ന് കരുതിയാൽ അതും ഏജന്റുമാരെ കൊണ്ട് മാനിപ്പുലേറ്റ് ചെയ്ത് അവർ ഉപയോഗിക്കുന്നു. എന്തായാലും വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്തില്ലെങ്കിൽ പണി കിട്ടുമെന്ന് ഉറപ്പാണ്. ഗൂഗിൾ എത്രയും പെട്ടെന്ന് ഈ തട്ടിപ്പുകൾ തടയാൻ വേണ്ട നടപടിയെടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.